നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് ആറാമത്തെ സെമസ്റ്ററിൽ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്നുള്ള 6182 കോഴ്സ് കോഡുള്ള സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പ്രാവശ്യം പഠിക്കാനുള്ളത്. ഇത് ആദ്യം ഒരു എലക്റ്റീവ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ പ്ലാനിങ് പഠിക്കുന്നുണ്ട്. ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ, അതിൻ്റെ സെക്ഷൻ, എലിവേഷൻ, അതുപോലെ പ്ലാനിങ് ചെയ്യാൻ, ഒരു സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒന്നാണ് അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിടെക്ചറിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ഒരു വീട് ഡിസൈൻ ചെയ്യുന്നതിന് അതേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സ് കോഡ് 6182 നമുക്ക് സിറ്ററിൽ ഈ സിലബസ് അവൈലബിൾ ആണ്. ഞാൻ നിങ്ങൾക്കിത് ഫോർവേഡ് ചെയ്യാം. 4 മൊഡ്യൂൾസ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് പ്ലാനിംഗ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കേപ്പിംഗ് എലമെൻറ്റ്സ് ആണ്. പിന്നെ മൂന്നാമത്തെ പറയുന്നത് ഹാർഡ് സ്കേപ്പിംഗ് എലമെൻറ്റ്സ് ആണ്. നാലാമത്തേൽ മുഗൾ ഗാർഡൻസ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ എല്ലാം ഗാർഡനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വിവിധ ഡിഫറെൻറ്റ് ടൈപ്പ് പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമുക്ക് പേവിങ് സിസ്റ്റം പഠിക്കുന്നുണ്ട്. ഒരു ഗാർഡൻ എന്ന് പറയുമ്പോൾ വെറും ചെടികൾ മാത്രമല്ല അല്ലേ, പ്ലാന്റ്സ് മാത്രമല്ല ഇമ്പോർട്ടൻസ്. അവിടെ ചെയ്യുന്ന നമുക്ക് വാക്ക് ത്രൂ ആയിട്ട് നടന്നു പോകുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ വെഹിക്കിളിന് പോകുന്ന ഒരു ഏരിയ, അതുപോലെ തന്നെ ഗാർഡനിങ്ങിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ബോർഡർ വാള്, പിന്നെ എന്താണ് ഈ സാൻഡ് ഗാർഡൻ ഉണ്ട്, അതുപോലെ റോക്ക് ഗാർഡൻ ഉണ്ട് അല്ലേ, കല്ലുകൾ കൊണ്ട് മാത്രം ഉള്ള ഒരു ഫൗണ്ടെയിൻ, അതുപോലെ തന്നെ വെള്ളച്ചാട്ടം, അങ്ങനെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് അല്ലേ, വാട്ടർ സ്പ്രെഡ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. അതിൽ തന്നെ ചിലത് ഹാർഡ് സ്കേപ്പിംഗ് എന്ന് പറയും. ഹാർഡ് സ്കേപ്പിംഗ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് അല്ലാത്ത എലമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുമ്പോഴാണ് അത് ഹാർഡ് സ്കേപ്പിംഗ് ആയി മാറുക. ഹാർഡ് സ്കേപ്പിംഗ് ഇപ്പോൾ നമ്മൾ ബെഞ്ചസ്, നമ്മൾ സിറ്റിംഗ് ഗാർഡനിലിരിക്കുന്ന സിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ബെഞ്ചസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് ഷെൽട്ടറിങ് ഏരിയ, ഗസബോ, അങ്ങനത്തെ ഷെൽട്ടറിങ് ഏരിയാസ് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് നമുക്ക് ഹാർഡ് സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്കേപ്പിംഗ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ക്രീപ്പേഴ്സ് ഉണ്ട്, ക്ലൈംബേഴ്സ് ഉണ്ട് അല്ലേ, ഇഴവള്ളികളും അതേപോലെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകുന്ന ടൈപ്പ് ചെടികളുണ്ട്. പിന്നെ ഒരുപാട് ടൈപ്പ് ഷബ്സ്, ട്രീസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ട്രീസിന് എല്ലാം നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചെല്ലാം അതിൽ പഠിക്കും. പിന്നെ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നമ്മൾ കോമൺ ആയിട്ട് നാച്ചുറലായിട്ടുള്ള സംഗതിയും അതേപോലെ തന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് മെറ്റീരിയൽ ഏതൊക്കെയാണ്, അങ്ങനെ കുറേ വളരെ സിമ്പിൾ സബ്ജക്റ്റാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഒരു വലിയൊരു തിയറി എന്നുള്ളതല്ല. ഇതിൽ തന്നെ നമ്മൾ ഡ്രോയിങ്ങും ചെയ്യും. നമ്മൾക്ക് പേവിങ് സിസ്റ്റത്തിൻ്റെ ഡ്രോയിങ് ചെയ്യും. വാട്ടർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാട്ടറിൻ്റെ കൺസെപ്റ്റുകൾ ഷീറ്റായിട്ട് നമ്മളെ ഒരു ഗാർഡനിൽ എങ്ങനെയൊക്കെ വാട്ടറിനെ നമ്മൾ ഇപ്പോൾ ഒരു വൃന്ദാവൻ ഗാർഡനിൽ പോയാൽ നിങ്ങൾക്ക് തന്നെ കാണാം വാട്ടർ എലമെൻസിനെ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ടെന്നല്ലേ. ഓരോ ടൈപ്പ് ഷേപ്പിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. മുകളിൽ പോയിട്ട് കോളമായിട്ട് താഴത്തേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് ടൈപ്പിലുണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പല ഫെൻസസിൻ്റെ ഫിഗർ വരയ്ക്കാനുണ്ട്, പേവിങ് സിസ്റ്റം വരയ്ക്കുന്നുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ ഒരു 4-5 ഒക്കെ എക്സാമിന് നിങ്ങളോട് വരയ്ക്കാൻ ചോദിക്കും. ഏതെങ്കിലും ഒരു 4-5 പേവിങ് സിസ്റ്റം വരയ്ക്കാനോ. പേവിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇൻ്റർലോക്കിംഗ് സിസ്റ്റം അല്ലേ, നിലം എങ്ങനെയാണോ ഫ്ലോറ് ഫ്രണ്ടേജ് നമ്മൾ ചെയ്യുന്നത് ഒരു വീടിൻ്റെ, അതിനെയാണ് ഈ പേവിങ് സിസ്റ്റം പറയുന്നത്. അതേപോലെ ഫെൻസസ്, ബോർഡർ വാളിനാണ് ഫെൻസസ് എന്ന് പറയുന്നത്. 2 ഭാഗങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെൻസസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫെൻസസ് യൂസ് ചെയ്യുന്നതിൽ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫെൻസസ് ഉണ്ട്. ആ ഫെൻസസ് നമ്മൾ ഇതേപോലെ തന്നെ വരയ്ക്കും. പിന്നെ ഹാർഡ് സ്കേപ്പിംഗ് എലമെൻസിലാണ് നമുക്ക് റോക്ക് വരുന്നത്, അതേപോലെ തന്നെ ബെഞ്ചസ്, ഗസബോ, മാൻമെയ്ഡ് ആയിട്ടുള്ള എല്ലാ സംഗതികളും വരുന്നത് നമുക്ക് ഹാർഡ് സ്കേപ്പിങ്ങിലാണ്. പിന്നെയുള്ളത് മുഗൾ ഗാർഡൻ ആണ്. മുഗൾ ഗാർഡൻ എന്ന് പറയുന്നത് 4ാമത്തെ മൊഡ്യൂളാണ്. മുഗൾ ഗാർഡൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ്, നമുക്ക് ഫോർമൽ ഗാർഡൻസ് ഉണ്ട്, ഇൻഫോർമൽ ആയിട്ടുള്ള ഗാർഡൻസ് ഉണ്ട്. എന്താ ഫോർമൽ ഗാർഡൻസ് എന്ന് പറയുന്നത്? അത് മീൻ ചെയ്യുന്നത് എപ്പോഴും ഒരു താജ്മഹൽ ഗാർഡൻ നോക്കാം അല്ലേ, എല്ലാം ഫോർമൽ ആയിരിക്കും, എല്ലാം ബാലൻസ്ഡ് ആയിരിക്കും. 2 സൈഡിൽ എന്തെല്ലാം എലമെൻറ്റ്സ് ഉണ്ടോ അതേപോലെ തന്നെ ആയിരിക്കും എല്ലാ ഭാഗങ്ങളിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഫോർമലാണ്. അപ്പോൾ നമ്മൾ 4ാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്ന മുഗൾ ഗാർഡൻസ്, പണ്ട് മുതലേ ഉള്ള അല്ലേ, മുഗൾ ചക്രവർത്തിമാരുള്ള ആ സമയം മുതലേ ഉള്ള ഒരുപാട് ടോംബ്സ് ഉണ്ട്. ഓരോ ടോംബിനും നമുക്ക് അതിൻ്റേതായ ബ്യൂട്ടിയിൽ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇഷാൻ നഗർ, അതേപോലെ തന്നെ താജ്മഹൽ ഗാർഡന്, അങ്ങനെയുള്ള ഓരോ ടോംബിനും നമുക്ക് ഡിസൈൻ ചെയ്തതിൽ
2 എക്സാമ്പിളാണ് നമുക്ക് ആ ലാസ്റ്റത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളൂ. ഇപ്പോൾ താജ്മഹൽ ഗാർഡൻ ആണെന്ന് വെച്ചാൽ അതിൻ്റെ ജസ്റ്റ് ഇപ്പോൾ ഒരു പ്ലാൻ വ്യൂ, അതിൻ്റെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എന്താ അതിൻ്റെ പ്രത്യേകത, മുഗൾ ഗാർഡൻ ആയതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് 4 മൊഡ്യൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഡ്രോയിങ്, നമ്മുടെ പേവിങ് സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ ഫെൻസസ്, പിന്നെ കുറച്ച് ഗാർഡനൊക്കെ ഡിസൈൻ ചെയ്യാൻ നമുക്കൊരു ഏരിയ തന്നിട്ട് ഒരു പ്ലേ സ്കൂൾ ഡിസൈൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗാർഡൻ, ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടേജിലുള്ള ഒരു ഗാർഡൻ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ ഗാർഡൻ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻസ് പറയുന്നത്, നമ്മൾ വെറുതെ ഡ്രോയിങ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഒരു ടോപ്പ് വ്യൂവിൽ ഒരു പ്ലാന്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ആ പ്ലാന്റിൻ്റെ നെയിം, ബൊട്ടാണിക്കലായിട്ട് നമുക്കിപ്പോൾ അത് ഷെപ്സ് ആണോ ട്രീസ് ആണോ, അല്ലെങ്കിൽ ആ ട്രീസിന് തന്നെ എന്ത് പേരാണ് കൊടുത്തിട്ടുള്ളത്, ആ ഒരു പേര് എലമെൻറ്റിൽ ചെയ്യണം. ക്ലൈംബേഴ്സ് ആണെന്ന് വെച്ചാൽ ക്ലൈംബേഴ്സ് ആണ്. അതേപോലെ ഓരോന്നിനും സിമ്പിൾസ് ഉണ്ട്. ഓരോ ടൈപ്പ് ചെടികൾക്കും എന്തുണ്ട്, സിമ്പിൾസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രാസ് ഏരിയ, ആ ഒരു ഗാർഡൻ്റെ ഭാഗം ഗ്രാസ് ഏരിയ ആണെന്ന് വെച്ചാൽ ഗ്രാസ് ആയിട്ട് തന്നെ കാണിക്കണം. ഇപ്പോൾ ഒരു ടേബിൾ ചെയർ അവിടെ നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ അതിൻ്റെ പേര് പുറത്തേക്ക് കാണിക്കണം. അപ്പോൾ മാക്സിമം ഡീറ്റെയിലിംഗ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ വൃത്തിയായിട്ട് നീറ്റായിട്ട് നമ്മൾ കളറിംഗ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കളറിങ് ചെയ്യുന്നതിന് ഓരോ എലമെൻറ്റിനെയും നമ്മൾ പുറത്തേക്ക് ഡ്രോയിങ് ഷീറ്റിൽ പുറത്തേക്ക് ആ എലമെൻറ്റ് കാണിക്കണം, പേര് എഴുതിയിട്ട് കാണിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിൽ വരുന്നത്. നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പം തന്നത്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും ഓരോ മൊഡ്യൂളിൽ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓരോ അറിയാത്ത ഒരുപാട് പേരുകളുണ്ടായിരിക്കും. അപ്പോൾ ആ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമ്പിളൊക്കെ പറയുന്നത് കറക്റ്റ് നോക്കുക. ഡ്രോയിങ്ങുകളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ വരയ്ക്കാൻ കുറച്ച്, അതായത് ഇപ്പോൾ പേവിങ് സിസ്റ്റം ആണെന്ന് വെച്ചാൽ കുറച്ചധികം പേവിങ് സിസ്റ്റം ഉണ്ടായിരിക്കുക. അതിൽ നിങ്ങൾ മാക്സിമം അത് ക്ലിയർ ചെയ്ത് ഡ്രോയിങ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുക പറയുന്ന ദിവസങ്ങളിൽ തന്നെ.